ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 11. അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിലകമേ പലതല്ല അത് ഏകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിലഹം പൊരുളും തുടർന്നിടുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 11 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു. ഞാൻ ഞാൻ എന്ന് രണ്ടുപേരും പറയുന്നതും എല്ലാവരും പറയുന്നതും സൂക്ഷ്മമായി അന്വേഷിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സാരമായിരിക്കുന്നത് പലതല്ല, അത് ഏകമാണ്. ഓരോരുത്തരും വേറെ വേറെ എന്ന തരത്തിൽ തോന്നുന്നതായ ഞാനെന്ന ഭാവം അനേകവുമാണ്. അതു കാരണം ഏകതയുടെയും അനേകതയുടെയും തരത്തിലാണ് പരമാർത്ഥത്തിലുള്ള ഞാനെന്ന പൊരുൾ അഥവാ ആത്മസത്യം ഉണ്മയുള്ളതായിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാനെന്നാണ് പറയാറ്, അല്ലേ? എത്ര ആളുകൾ ഉണ്ടായാലും അവരെല്ലാവരും ഞാനെന്നേ അവരവരെ കുറിച്ച് പറയുകയുള്ളൂ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നല്ലോ. ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരിലും ഇരിക്കുന്ന ഞാൻ ഒന്നു തന്നെയാണ് എന്ന് പരീക്ഷിച്ച് അറിഞ്ഞു കഴിഞ്ഞു, അല്ലേ? ശ്രവണം, മനനം, നിധിധ്യാസനം ഇവ മൂന്നും ചേർന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഞാൻ എന്ന ആത്മസത്യം എല്ലാവരിലും ഒന്നാണെന്ന ആനുഭൂതികമായി അറിയാൻ കഴിയുകയുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുഭവസ്ഥനായ ഒരു ഗുരുവിൽ നിന്നും നേരിട്ട് കേൾക്കുമ്പോഴാണ്. അത് ശ്രവണം. കേട്ടതിനെ ആഴത്തിൽ പരിചിന്തനം ചെയ്യണം. അതു മനനം. മനനം ആത്മസ്ഥിതമാകുമ്പോൾ അത് നിധിധ്യാസനം. അകലും അഹന്ത എന്നു പറയുന്നത് വേറെ വേറെ എന്ന് നമ്മളിൽ തോന്നിപ്പിക്കുന്ന അഹംബോധത്തെയാണ്. അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്. അജ്ഞാനവശകരായിരിക്കുന്നവർ ഞാനെന്ന് പറയുന്നതിലൂടെ ശരീരത്തിനോടുള്ള താതാത്മ്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ അജ്ഞാനത്തെ നീക്കം ചെയ്യുമ്പോൾ എല്ലാ ഞാനുകളിലും സാരമായിരിക്കുന്ന ഏകമായ ആത്മസത്ത മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് ഏവർക്കും അനുഭവിച്ചറിയാൻ കഴിയും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.